ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡ് അയൽക്കൂട്ട സംഗമം പടിഞ്ഞാട്ടുമുറിയിൽ നടന്നു. 19 അയൽക്കൂട്ടങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പടിഞ്ഞാറ്റുമുറിയിൽ നടന്ന അയൽക്കൂട്ട സംഗമം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി രൂപീകരിക്കലുണ്ടാവാറുള്ളൂ, അങ്ങനെ ജീവപ്പെടാറില്ല, അപ്പം തന്നെ ചത്തുപോകും. അതല്ല, 19 അയൽക്കൂട്ടങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ചില പ്രവർത്തന രംഗത്ത് നമ്മൾ കേന്ദ്രീകരിക്കുന്നുണ്ട്. ആ കേന്ദ്രീകരിക്കുന്ന മുഖ്യ പങ്ക് വഹിക്കുന്നത് നിലവിലെ ഈ പറയുന്ന കുടുംബശ്രീ വരുന്ന മുമ്പ് അതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് വാർഡ് മെമ്പർമാരാണ്. അപ്പോൾ വാർഡ് മെമ്പർമാർക്ക് ഒരു സഹായമായ നിലപാടാണ് നമ്മുടെ അയൽക്കൂട്ടം. അധികം പണിയെടുക്കേണ്ട വാർഡ് മെമ്പർമാർക്കൊന്ന് പറഞ്ഞു കൊടുത്താലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തെ അയൽക്കൂട്ടം എൻ്റെ പ്രധാനപ്പെട്ടവരോടെ വിളിച്ച് പറഞ്ഞ് ഇവിടെ പ്രവർത്തനം കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അതിനുള്ളിലൂടെ ചെറിയ മത്സരബുദ്ധികൾ ഉണ്ടാവാറുണ്ട്. അയൽക്കൂട്ടം കേന്ദ്രീകരിച്ച് കുടുംബശ്രീകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ ഇപ്പോൾ തന്നെ ഇതിൻ്റെ ചുമതല വഹിക്കുന്ന അതിൻ്റെ ചുമതലയുള്ളവരോട് ചോദിച്ചു, ഏതാണ് ആദ്യം രൂപീകരിക്കുക, CDS ആണോ ADS ആണോ? അപ്പോൾ എനിക്ക് അതിൻ്റെ മറുപടി കിട്ടി, എന്താകട്ടെ CDS ഓ ADS ഒക്കെ ആകട്ടെ, നമ്മുടെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകാനുള്ള ആവശ്യമായ നടപടിക്രമം ഉണ്ടാകണം. 17ാം വാർഡ് മെമ്പർ സുനിത ജിനു അധ്യക്ഷയായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവള്ളി ബാബു എന്നിവർ മുഖ്യാതിഥികളായി. ചേർപ്പ് പഞ്ചായത്ത് ADS സെക്രട്ടറി അഖില സനീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. 18ാം വാർഡ് മെമ്പർ നസീജ മുത്തലിഫ്, 17ാം വാർഡ് ADS പ്രസിഡന്റ് ബിന്ദു ആന്റോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കയ്പമംഗലം SB മാപ്പിള കലാവേദിയുടെ ദഫ്മുട്ട് അരങ്ങേറി. ദഫ്മുട്ടിന് ശേഷം മേക്കാവിലമ്മ ചേർപ്പ്, ശിവദം ആറാട്ടുപുഴ, സ്വസ്തിക വീരനാട്യം മുത്തുള്ളിയാൽ എന്നിവയുടെ വീരനാട്യവും അരങ്ങേറി.